കൊടുക്കുകയാണ് നമുക്ക് ചെയ്യുന്നത്. വൈലോപ്പിള്ളിയുടെ നഗരമാണ്, വൈലോപ്പിള്ളി ജീവിച്ച സ്ഥലമാണ്. വൈലോപ്പിള്ളി നടന്നുപോയ വഴിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ആ വൈലോപ്പിള്ളിയെക്കുറിച്ച് ഒന്ന് ഓർക്കാവുന്നതാണ്. അപ്പോൾ വേദിക്ക് സുഭാഷ് മഹാദേവി, ജയറാമാദേവി, വർഗീസ് ആന്റണി, ഒരു ഗംഭീരമായ സംഭവം നടക്കാവുന്നതായി. ജനമാഷ എന്നും ചെറുപ്പക്കാരായിരിക്കട്ടെ എന്ന ഒരു പ്രതീക്ഷ അനുഭവിച്ചുകൊണ്ട് മാഷയുടെ പഴയ ചിത്രം കുട്ടികൾ കൊണ്ടുവന്നു ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് നേരത്തെ കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കുന്ന രീതിയാണ്. അടുത്ത സെഷനിലുള്ള ഒരു സ്വാഗതം, ചെറിയ സ്വാഗതം ഞാൻ പറയും. പ്രിയമുള്ള കൊച്ച് കവിതയെ സ്നേഹിക്കുന്ന കൊച്ചു കൂട്ടുകാരെ, കാരണം നിങ്ങൾ ഒരു സാഹിത്യ യാത്ര നടത്തിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ടീച്ചർ പറഞ്ഞു. വളരെ സന്തോഷം. അതായത് കവിത അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടോ, കുഞ്ഞു മനസ്സുകളിൽ കവിതയുണ്ടോ എന്നുള്ളൊരു വിവാദം നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലുള്ള കൊച്ചുകുട്ടികളുടെ മനസ്സിൽ കവിത ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുകയാണ്. കവിതയുടെ പൊടിപ്പുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്. നമ്മളിന്ന് നിങ്ങളുടെ ദിനമാഷിന്റെ പുസ്തക പ്രകാശനത്തിന്റെ കൂടെ ഒരു അനുസ്മരണം കൂടി നടത്തുന്നുണ്ട്. ആരെയാണ് അനുസ്മരിക്കുന്നത്? ആരെയാണ് പറയാമോ? വൈലോപ്പിള്ളി മാഷിനെ പറ്റി അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഇപ്പോ മാമ്പൂക്കൾ വിരിയുന്ന കാലമാണ് അല്ലെ? മാമ്പൂവ് അല്ലെ? മാമ്പൂവും മണം നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ പഴക്കുന്ന ഒരു കാലമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വഴിയോരത്തൊക്കെ മാമ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന, മാവ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു കവിതയുണ്ട്. ഏതാണത്? മാമ്പഴം. അതെ അതെ, മലയാള മനസ്സുകളിലൊക്കെ ഈ മാമ്പൂ വിരിയുന്ന കാലത്ത് ഒരു മധുര മാമ്പഴക്കാലത്തിന്റെ സ്മരണയുണർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സുകളിലേക്ക് ഒരു നൊമ്പര ഗീതമായിട്ടെത്തുന്ന നമ്മുടെ വൈലോപ്പിള്ളി മാഷിന്റെ ഏറ്റവും മലയാള മനസ്സിലെ വേദനിപ്പിച്ച ഇന്നും കൊച്ചുകുട്ടികളടക്കം പാടിക്കൊണ്ടിരിക്കുന്ന, ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കവിതയാണ് മാമ്പഴം. അപ്പോ ഇന്ന് 1985 ഡിസംബർ 22-ാം തീയതിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മഹാകവി, നമ്മുടെ തൃശ്ശൂരിന്റെ അഭിമാനമായ മഹാകവി, അദ്ദേഹം ഓർമ്മയായപ്പോൾ സച്ചിദാനന്ദ മാഷ് വിശേഷിച്ച പോലെ പാവം ഈ നാടിൽ സ്വർണ്ണക്കിണ്ണമായിരുന്നവർ നോക്കുവാനിൽ പൂർണ്ണ ചന്ദ്രനായി അവൻ വീണ്ടും എന്നാണ് അദ്ദേഹം സച്ചിദാനന്ദ മാഷ് വൈലോപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അനുസ്മരണ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ ആവശ്യമില്ലാതെ മലയാളം അറിയാവുന്ന എല്ലാവരുടെയും മനസ്സുകളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത കവിയാണ് പ്രിയങ്കരനായ വൈലോപ്പിള്ളി മാഷ് എന്ന് പറയാതെ ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ ഇന്ന് കാവ്യ ശിഖ ഇവിടെ ഒത്തുകൂടിയിട്ട് വൈലോപ്പിള്ളിക്ക് ഉചിതമായ അനുസ്മരണം ഇവിടെ നടത്തുകയാണ്.
അതില് സ്വാഗതി ആയിട്ടുള്ളത് നമ്മുടെ അതിഥേയത്വം അനുഭവത്തിൽ പരിസരത്തിലേക്ക് ഇടാതെ കവിശിഖ എന്ന നമ്മുടെ കൂട്ടായ്മ കൂടിയുണ്ട്. ഇത് സുലഭമായ ഒരു അവസരമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം കവിശിഖയിലെ കുടുംബാംഗങ്ങൾ ഒത്തുകൂടുന്ന ഒരു അവസരം കൂടിയായിട്ട് ഈ ഒരു ഉച്ച ഞാൻ കാണുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് നമ്മുടെ മഹാനായ കവിയെ അനുസ്മരിക്കാനുള്ള ഈ അവസരം തീർച്ചയായിട്ടും വലിയൊരു ഓർമ്മയായിട്ട് തന്നെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം കൊച്ചുകുട്ടികളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽക്കൃത യോഗത്തിൽ ഉണർന്നാലും മനസ്സിൽ സൂക്ഷിക്കുക ഈ നാടിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊല്ലപ്പൂവെന്ന് എഴുതിയ കവി. ചോരകുടിക്കും ചെറുകൈയുടെ പേരുക വന്നി പന്തങ്ങൾ എന്ന് എഴുതിയ കവി. നമ്മുടെ മനസ്സുകളിൽ നിന്നും മായാതെ ഒരുപാട് വരികൾ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കുന്ന വരികൾ എഴുതിയ മഹാനായ ആ കവി. അദ്ദേഹത്തെ നമ്മുടെ സച്ചിദാനന്ദ മാഷത്തെ ഓർമ്മയായപ്പോൾ പറഞ്ഞ ഇതാണ്: പാരുഷ്യം പെരുകുന്നു വാക്കിലും മനസ്സിലും, പാരുഷ്യം പെരുകുന്നു വാക്കിലും മനസ്സിലും, മാതുല ഒഴുകുക തീർന്നു മാമ്പഴക്കാലം. പക്ഷെ കവിയുടെ മാമ്പഴക്കാലം ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ ഈ ഒരു വേദി. കാരണം ചോര കുടിക്കും ചെറുകൈകൾ ജിനമാഷിന്റെ പുസ്തകം ലഭ്യമാക്കിയ ഈ വേദി നമുക്ക് കാട്ടിത്തന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഏതായാലും നമ്മള് അനുസ്മരണത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം സമയം ഒരുപാട് വൈകി. നമ്മളിവിടെ തുടങ്ങാൻ ഈ പ്രഭാഷണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. അത് ചെല്ലാനായിട്ട് കുറെ പേര് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്, കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ മഹാകവി വൈലോപ്പിള്ളി അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ദീർഘകാലം അധ്യാപക വൃത്തിയിലും പിന്നീട് രാഷ്ട്രീയത്തിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിച്ച ഇന്ന് കാവ്യശിക്ഷയുടെ നെടുന്തൂണായിട്ടുള്ള കവിതയിൽ അഭിനമിക്കുന്ന പ്രിയങ്കരിയായ സുഭാഷിണി ടീച്ചറാണ്. സുഭാഷിണി ടീച്ചറുടെ എല്ലാവരുടെയും പേരിൽ, കാവ്യശിക്ഷയുടെ പേരിൽ ഇവിടെ കൂടിയ എല്ലാവരുടെയും പേരിൽ യോഗത്തിലേക്ക് നമ്മുടെ സ്വാഗതം ആവശ്യമില്ലാത്ത നമ്മുടെ മഹത്തായ ഈ ഒരു പ്രസ്ഥാനം കാവ്യശിക്ഷ അതിന്റെ തേകാണിയായ രാമനി മാഷെ ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നത്, പ്രഭാഷണങ്ങൾ എന്ന് പറയുമ്പോൾ അനുസ്മരണത്തിലെ ചെറിയ വാക്കുകളിലൂടെ നമ്മുടെ മഹാനായ കവിയെ ഓർമ്മിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ എത്തിയിട്ടുള്ളത് കാവ്യശിക്ഷയുടെ തേകാണികൾ തന്നെയാണ്. മറ്റു പുറത്തുനിന്ന് ആരുമില്ല. നമ്മുടെ കാവ്യശിക്ഷയിലെ അതായത് നമ്മുടെ മലയാള കവിതയിൽ തന്നെ നിറ സാന്നിധ്യമായിട്ടുള്ള വർഗീസ് ആന്റണി മാഷാണ് അതിന്റെ പ്രഭാഷണം നടത്തുന്നത്. വർഗീസ് ആന്റണി മാഷെ ഞാൻ പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല, അദ്ദേഹത്തെ വേദിയിലേക്ക് മറ്റ് അടുത്ത പ്രഭാഷണം നടത്തുന്നത് കാവ്യശിക്ഷയിലൂടെ നമ്മുടെ എല്ലാം മനസ്സുകളിലേക്ക് കവിതയുടെ നിറ സാന്നിധ്യമായിട്ട് എത്തിയിട്ടുള്ള യുവ കവയിത്രിയായിട്ടുള്ള മനീഷ മുകേഷ് ലാൽ. മനീഷയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു പ്രഭാഷണം ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വൈലോപ്പിള്ളി മാഷിന്റെ നമുക്കെല്ലാം മനസ്സുകളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതയാണ് കാക്ക, അല്ലെ? കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും ഏറ്റവും വൃത്തി വെളുപ്പെഴുന്നോളെന്നുള്ള ആ വരികൾ നമ്മുടെ മനസ്സിലെല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ കാക്കയുടെ ആലാപനമായി കാവ്യശിക്ഷയുടെ എല്ലാ വേദികളിലും യുവ ശബ്ദമായിട്ട് നമ്മുടെ കൂടെയുള്ള തീയോ, ചാക്കോ മാഷിന്റെ മകൻ കൂടിയായിട്ടുള്ള തീയോ, അദ്ദേഹം കാക്ക കണ്ടാലും തീയോയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇനിയും കവിത ചൊല്ലാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ വേദിയിലുണ്ട്. ഇവിടെ ഒന്നും പേര് ഞാൻ കൂടുതലെടുത്ത് പറയുന്നില്ല. ദർശന, സുരാജ്, അപർണ ചൊല്ലുന്നുണ്ടോ? അപർണ പിന്നെ അപർണ ചൊല്ലിക്കഴിഞ്ഞു. ഗീത ടീച്ചറുണ്ട്, പിന്നെ ചാക്കോടി അഞ്ചക്കാട്, ശ്രീനന്ദിനി, സിന്ധുഭദ്ര തുടങ്ങിയ ഒരുപാട് പേര് കവിതകൾ ആലപിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനോദങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് നമ്മുടെ കവിത ചൊല്ലാനായിട്ട് കണ്ണമാട്ടുണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ
കവിശിക്ക കുടുംബാംഗങ്ങളെ അത് മറക്കാൻ പറ്റില്ല. കാരണം ഇത് സംഘാടനത്തിൽ കൂടെ നിൽക്കുന്ന കവിശിക്കയുടെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കവിശിക്കയുടെ എല്ലാമല്ല രാമമാഷ് സ്വാഗതം ആശംസിക്കാം. ജയറാം മാസ്റ്റർ, വർഗീസ് ആന്റണി മാസ്റ്റർ, മനീഷ മുകേഷ്ലാൽ, ടിഒ, എൻ്റെ പ്രിയപ്പെട്ട കവിശിഖ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. വൈലോപ്പിള്ളി മാഷിൻ്റെ ചരമദിനം 1985 ഡിസംബർ 22 വൈലോപ്പിള്ളി മാഷ് നമ്മോട് വിട പറഞ്ഞു. മലയാളം അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് മഹാനായ ഒരു കവിയായിരുന്നു വൈലോപ്പിള്ളി മാസ്റ്റർ എന്ന് എല്ലാവർക്കും അറിയാം. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മൂർത്തിയായിരുന്നു. അദ്ദേഹം പറയും, ധനികരേക്കാൾ നമുക്ക് വിശ്വസിക്കാവുന്നത് പണിയെടുക്കുന്ന സാധുജനങ്ങളെയാണ്. അവർക്ക് കള്ളത്തരമില്ല. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ മനസ്സിനെ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് കവിതകൾ അദ്ദേഹം രചിച്ചു. ചരിത്രവും സംസ്കാരവും ജീവിതവും പ്രകൃതിയും പഠിച്ചെങ്കിൽ മാത്രമാണ് നല്ല കവിത എഴുതാൻ കഴിയുകയുള്ളൂ എന്നും വൈലോപ്പിള്ളി മാസ്റ്റർ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കഞ്ഞിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, മാമ്പഴം, കൈക്കോല് തുടങ്ങിയ എല്ലാ കവിതകളിലും നമ്മുടെ മണ്ണിൻ്റെ ഏറ്റവും ജൈവപരമായ മൗലികമായ മൂല്യങ്ങളെ കണ്ടുകൊണ്ട് തന്നെ എഴുതിയ കവിതകളാണ്. അതുകൊണ്ട് തന്നെ വൈലോപ്പിള്ളി മാഷിൻ്റെ കവിതകൾ ഓരോ മലയാളി, ഓരോ വായനക്കാരൻ, ഓരോ സാഹിത്യ പുതുകി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. വൈലോപ്പിള്ളി മാഷിൻ്റെ കവിതകളെ കുറിച്ച് പറയാൻ നമ്മുടെ വർഗീസ് ആന്റണി മാഷിൻ്റെ, മനീഷ മുകേഷ്ലാലുണ്ട്. നമ്മളെ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഈ നവംബർ മാസം വരുമ്പോൾ മഞ്ഞിൻ്റെ ഒരു കുളിരുണ്ട്. അത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിലെ ആ ഒരു കാറ്റ്, അതും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഈ രണ്ട് കുളിർമയും, കാറ്റിൻ്റെ നൈർമല്യവും മഞ്ഞിൻ്റെ കുളിർമയും ഒക്കെ കൂടിച്ചേർന്ന, ഇഴുകിച്ചേർന്ന ഒന്നാണ് വൈലോപ്പിള്ളി മാഷിൻ്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ ചരമദിനത്തിൽ, അനുസ്മരണ യുഗത്തിൽ വൈലോപ്പിള്ളി മാഷിനെ കുറിച്ച് കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ കവിതകൾ അതിമനോഹരമായി ആരംഭിക്കാനും ഇവിടെ എത്തിയിട്ടുള്ള കവിശിഖ കുടുംബങ്ങൾ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വർഗീസ് ആന്റണി മാഷുണ്ട്, മനീഷ മുകേഷ്ലാലുണ്ട്. ആദ്യമായി കവിത ചൊല്ലുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ കണ്ണമാഷ്ക്ക് വേഗം പോകണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ KG കണ്ണൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഞാൻ വൈദ്യുതി കവിതയെല്ലാം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ദിനമാറ്റ പരിപാടിയിൽ ദിനമാറ്റയുടെ ചൊല്ലാനാണ് എന്നോട് പറഞ്ഞിരുന്നു മാഷ്. അപ്പോൾ ആ സമയം ഞാൻ ഉപയോഗിക്കാം. മാഷിക്ക് പ്രത്യേക ആശംസകളുണ്ട്. അതുപോലെ വൈദ്യുതി ദിനത്തിൽ ഇവിടെ നമ്മൾ ആചരിക്കുന്നതിൽ എല്ലാവരെയും പ്രത്യേകം സ്നേഹം അറിയിക്കും. ഞാൻ മാഷിൻ്റെ ഒരു കവിത ചൊല്ലാം. ദിനമാഷ നാവറിഞ്ഞ മലയാളം. അമ്മ വന്നു കുഞ്ചിയപ്പോൾ
അന്നു കേട്ട മലയാളം പണ്ടു നമ്മൾ അറിയാതെ ചുണ്ടനക്കിയ മലയാളം അമ്മ വന്നു കൊഞ്ചിയപ്പോൾ അന്നു കേട്ട മലയാളം പണ്ടു നമ്മൾ അറിയാതെ ചുണ്ടനക്കിയ മലയാളം തേന്മധുരം തൊട്ട നേരം നാവറിഞ്ഞ മലയാളം മേലുരഞ്ഞു നീറിയപ്പോൾ നോവറിഞ്ഞ മലയാളം തേന്മധുരം തൊട്ട നേരം നാവറിഞ്ഞ മലയാളം മേലുരഞ്ഞു നീറിയപ്പോൾ നോവറിഞ്ഞ മലയാളം കാതിനോരം കണ്ണിനോരം വന്നുണർന്ന കൗതുകങ്ങൾ നല്ല വാക്കിലോതിടുവാൻ ചൊല്ലു തന്ന മലയാളം കാതിനോരം കണ്ണിനോരം വന്നുണർന്ന കൗതുകങ്ങൾ നല്ല വാക്കിലോതിടുവാൻ ചൊല്ലു തന്ന മലയാളം നാലു മണിപ്പൂവിനുള്ളിൽ നാണമായ മലയാളം താമര പൂങ്കാവനത്തിൽ താമസിച്ച മലയാളം നാലു മണിപ്പൂവിനുള്ളിൽ നാണമായ മലയാളം താമര പൂങ്കാവനത്തിൽ താമസിച്ച മലയാളം ഞാറു നട്ടു കേറി വന്നു ചേറുപൂണ്ട മലയാളം നെല്ലുവിളഞ്ഞാർത്ത മണ്ണിൽ നെഞ്ചു കണ്ട മലയാളം ഞാറു നട്ടു കേറി വന്ന് ചേറുപൂണ്ട മലയാളം നെല്ലുവിളഞ്ഞാർത്ത മണ്ണിൽ നെഞ്ചു കണ്ട മലയാളം വിയർപ്പാറും മുമ്പേ കൂലി വാങ്ങി കൂര കയറാൻ മേളയുള്ളവർക്ക് നേരെ വാക്കുരക്ഷ മലയാളം വിയർപ്പാറും മുമ്പേ കൂലി വാങ്ങി കൂര കയറാൻ മേളയുള്ളവർക്ക് നേരെ വാക്കുരക്ഷ മലയാളം കാരം ഉൾപ്പടത്തു നീക്കി ആറ്റിറപ്പിൽ ചെന്ന നേരം ചോരയക്ഷരങ്ങൾ കാലിൽ കോറിയിട്ട മലയാളം കാരം ഉൾപ്പടത്തു നീക്കി ആറ്റിറമ്പിൽ ചെന്ന നേരം ചോരയക്ഷരങ്ങൾ കാലിൽ കോറിയിട്ട മലയാളം പാടവരമ്പത്തുകൂടെ രാപൊളിഞ്ഞു വന്ന നേരം ചാരുമിന്നാമിന്നികളെ ചാറിയിട്ട മലയാളം പാടവരമ്പത്തുകൂടെ രാപൊളിഞ്ഞു വന്ന നേരം ചാരുമിന്നാമിന്നികളെ ചാറിയിട്ട മലയാളം ഏറെരാപ്പകൽ കഴിഞ്ഞ് ഭൂമി നനഞ്ഞൊട്ടിയപ്പോൾ വേനമണൽ പാറ്റകളെ ചേറിയിട്ട മലയാളം ഏറെരാപ്പകൽ കഴിഞ്ഞ് ഭൂമി നനഞ്ഞൊട്ടിയപ്പോൾ വേനൽ മഴപ്പാറ്റകളെ ചേറിയിട്ട മലയാളം നാട്ടുമാപ്പഴം രുചിക്കും പോലെയുള്ള മലയാളം നാടിറങ്ങിപ്പോയതാണ് കാട്ടുകോഴി അറിഞ്ഞു നാട്ടുമാപ്പഴം രുചിക്കും പോലെയുള്ള മലയാളം നാടിറങ്ങിപ്പോയതാണ് കാട്ടുകോഴി അറിഞ്ഞു. നന്ദി. നന്ദി മാസ്റ്റർ. അടുത്തത് വൈലപ്പള്ളി മാസ്റ്ററെ കാക്ക എന്ന കവിത നമ്മുടെ ചാക്കോ മാസ്റ്ററുടെ TOC ആരംഭിക്കുന്നത്. ഞങ്ങളുടെ പണ്ട് വന്നിട്ടുണ്ട് ഈ അത് വർഷങ്ങൾ മാഷയുടെ കൂടെ ഒരു ആൽബം ചെയ്തിട്ട് കീബോർഡ് വലിച്ച് ഞാനൊക്കെ സിംഗിള്. അപ്പോൾ പരിഷത്തിലൂടെ ഇവിടെ വന്ന ഈ ഒരു ഫോണിലാണ് ഞാനൊരു 7 വർഷം ശ്രീലക്ഷ്മി എതിരാട്ടൻ അവരെല്ലാവരും കൂടി
ഒരു കൂട്ടായ്മ പോലെ നമ്മൾ മെസ്സേജ് ചെയ്ത് അപ്പോൾ അവസാനം അപ്പോൾ എഴുതുന്നില്ല അങ്ങനെ ഒരു ഓർമ്മയുണ്ട് എനിക്ക് ഇവിടെ ഓർമ്മ. അപ്പോൾ ഞാൻ പാടാം കാക്കകൾ. കൂരിരുട്ടിൻ്റെ കിടാത്തിരുന്നാൾ സൂര്യപ്രകാശത്തിട്ടതൂഴി ചീത്തകൾ കുത്തി വലിക്കുകയും ഏറ്റവും വൃത്തി വീഴുന്നു. കാക്ക നിങ്ങളെ സ്നേഹിക്കും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോ പൊന്നോ പുനരിയുണർന്നിട്ടു ചെന്നു കിടക്കുത്തി കൂട്ടിടുന്നു. കാണുന്ന വാനത്തു നാഴികേര കൂടുന്നു വാടിക്കിടന്നിടുമ്പോൾ മൊത്തൊക്കു വെത്താഴമിറ്റുവാനും മുറ്റത്തു ചെന്നിയടിക്കിടുന്നു. കേൾക്കാം പുളിമരക്കുമ്പിന്നും കാക്ക കരഞ്ഞിടും താരനാദം. അങ്ങാശു കൂലമ്മ ചോറിൻ ചെങ്ങാതിമാരെ ചമച്ചിടുന്നു. ആഞ്ഞുത്തിമിക്കുമോരുണ്ണി മണ്ണിൽ ഞാനലുമായി പടവെട്ടിടുമ്പോ ചോടുകൾ വെച്ചു ചേച്ചു നോക്കി ചൂടയും ചുറിഞ്ഞു വീട്ടി നീട്ടി വിളംബരം ചെയ്യുക. നാട്ടിൻ പുറത്തെ കുടുംബ സൗഖ്യം ചേരുക നോക്കുമ്പോഴല്ല വേലകൾ ചെയ്യൂടി കിടത്തി മൂലമായി വിതടുള്ള നീര കാലടിയെങ്ങും പതിഞ്ഞിടുന്നു. ആ നീലമൊക്കെ ശുദ്ധിയെ പോ ചാകവെള്ളം തളിച്ച പോലെ ആ നീലമൊക്കെയും ശുദ്ധിയെ പോ ചാണകവെള്ളം തളിച്ച പോലെ പാടിലടുക്കു പെടുന്ന മുഖ്യ ചാടിപ്പൊഴുക്കൾ കടന്നതിക്ക് വേലയ്ക്കു ചെന്നു വിനപ്പെടുത്തും നീതി പുലക്കൾ വേലയ്ക്കു ചെന്നു വിനപ്പെടുത്തും നീതി പുലക്കളി അല്ലിക്കാക്ക. നന്ദിയും അടുത്തതായി വൈലോപ്പിള്ളി മാസ്റ്ററുടെ അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ട വർഗീസ് മാസ്റ്റർ ക്ഷണിക്കും.